എന്റെ ഒരു ഹൈ ബഡ്ജറ്റ് മൂവി സലാമേ അത് ഹറാമ 2 ദിവസത്തിനുള്ളിൽ പടം ഇറങ്ങും. അതെനിക്ക് ഹിറ്റടിക്കണം. നിങ്ങൾ എനിക്ക് അത് ഹിറ്റാക്കി തരണം. പോസിറ്റീവ് റിവ്യൂസ് മാത്രം വരണം. നെഗറ്റീവ് റിവ്യൂസ് പറയുന്ന എല്ലാവരും പൊക്കണം. അതിനു വേണ്ടി ഞാൻ എന്തും തരാം. പൈസ പ്രശ്നമല്ല. അത് ഞങ്ങൾ ഏറ്റു. പോസിറ്റീവ് റിവ്യൂസ് മാത്രമേ പുറത്തു വരൂ. അഡ്രസ് സക്കണ്ണ. നിങ്ങൾക്ക് ഗുണ്ടകളാണോ? അല്ലടാ, ഞങ്ങൾ മെഡിക്കെയറിന്റെ പ്രൊഡക്റ്റ് വിൽക്കാൻ വന്നവരാ. ആണോ? ഇങ്ങോട്ട് വാടാ. അയ്യോ, നാളെ ഇറങ്ങാൻ പോണ സലാമേ അത് ഹറാമ എന്ന പടത്തിന് പോസിറ്റീവ് റിവ്യൂ ഇട്ടോളാം കേട്ടോ. നെഗറ്റീവ് റിവ്യൂ എങ്ങാനും നീ പറഞ്ഞാൽ നിന്നെ വനിതാ തിയേറ്ററിന്റെ പടിക്കലിട്ട് ഞാൻ പച്ചയ്ക്ക് കത്തിക്കും കേട്ടോ പന്നി. ഞാൻ നൈറ്റ് റിവ്യൂ ഒന്നും പറയാറില്ല. ഞാൻ നൈറ്റ് റിവ്യൂ പറഞ്ഞാലേ ഇൻട്രസ്റ്റ് ഇട്ടാണ്. പിന്നെ എന്നെ കൊണ്ട് എന്താ കുഴപ്പം? അതൊന്നും എനിക്കറിയണ്ട. പടം നന്നായിണ്ടോ? ഫസ്റ്റ് ഹാഫ് രസമുണ്ടോ? സെക്കൻഡ് ഹാഫിൽ ആകില്ല. എല്ലാവരും നന്നായി അഭിനയിച്ചിട്ടുണ്ടോ? പടം സൂപ്പറാണ്. ഇങ്ങനെയാണ് പറയാം. തിമിർത്ത് ആടുകയാണ് കൂടെ പറയാം. തിമിർത്ത് ആടുകയാണ് പറയാം. അതും പറഞ്ഞു. പുതിയ ക്രഷൊന്നും ആയില്ലടാ. ഇല്ല. ഹലോ, എസ് എ അംജദ് ഖാൻ സ്പീക്കിംഗ്. സിനിമയ്ക്ക് പോയി എന്റെ മോൻ മിസ്സിംഗ് ആണ് സാറേ. സിനിമ കാണാൻ പോയ മോൻ മിസ്സിംഗ് ആണെന്നോ? അതെ സാറേ. മോന്റെ പേരെന്താ? അലിജോസ് പെരേര. തീ കുറച്ചും കൂടെ കൂട്ടിയിടാ അല്ലേ? എനിക്ക് ഡാൻസ് കളിക്കാൻ തീ വേണ്ട സാറേ. ഞാൻ തന്നെ കളിച്ചോളാം സാറേ. സലാമേ ഹറാമ, സലാമേ ഹറാമ, സൂപ്പർ സിനിമ. 100 കോടി ക്ലബിൽ കയറുന്ന പടമാണല്ലോ സലാമേ ഹറാമ. ഗംഭീര സിനിമ, കിടുക്കൻ പടമാ, തീ പറന്ന പടമാണല്ലോ. ഇവന്മാരെ പൊക്കിയത് നന്നായി. പക്ഷേ വേറെ ഒരുത്തനുണ്ട്. ശരിക്കും അവനെയാ പൊക്കേണ്ടത്. ആരാണവൻ? ഹായ് ഓൾ, ഇറ്റ്സ് മീ SMS അശ്വന്ത് കോക്ക്. സലാമേ അത് ഹറാമ ഇജാതി മലങ്കൾട്ട് തീട്ടപ്പടം എന്ന് വിചാരിച്ച് കയറിയത്. പക്ഷെ ഗംഭീര പടമായിരുന്നു. എക്സലന്റ്. ഈ പടത്തിൽ വേറൊരു പ്രത്യേകത കൂടെ ഉണ്ട്. ഇതിലാർക്കും വയ്യാത്തതായിട്ടില്ല. പോരെ? പോരാ, നിന്റെ ഡാൻസ് കൂടെ വേണം. കളിക്കണോ? കളിക്കാം. കളിക്കടാ. കളിക്കാം. കളിക്കാം. 100 crore success celebration. സീറോ ആയിരുന്ന ആൻഡപ്പൻ വീണ്ടും ഹീറോ ആയി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കഥയിൽ പുതിയൊരു ട്വിസ്റ്റ് ഉണ്ടാവുന്നത്. വെങ്കായം, കള്ളുപ്പ്, തൈര്. എന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ആൻഡപ്പേട്ടനെ ഒരു ഡോൺ ആയിട്ട് കാണണമെന്നുള്ളത്. ഡോൺ മൂവ്. അവന്റെ കണ്ണമാലിക്കായലിൽ ഒരു ഊളപ്പാട്ട്. എടാ സുനി, ഒരു പാട്ട് പഠിക്കേ. ഞാനാ മിഴിയിൽ നിന്നും മിഴിയിലേക്ക് തുണി തുഴഞ്ഞ് പോയി സാധനം പോയി. സുനി വിഷമിക്കണ്ടടാ, ആദ്യമായിട്ടല്ലോ. അല്ലെങ്കിൽ ഇവന് ഏത് പാട്ട് പാടിയില്ല ഇങ്ങനെയാ കൈ നിന്നിട്ട് നല്ലല്ലേ? ബോബി ഡിയോൾ. ഹലോ, ആൻഡപ്പൻ സ്പീക്കിംഗ്. ആരാ? നിന്റെ അന്തകൻ നിന്റെ തന്ത. നീ ആരടാ? നീ ആ സുനിയെ അമ്പാടിയെ കണ്ടിട്ടാണ് ഈ ഷോ ഇറക്കുന്നതെങ്കിൽ അത് വേണ്ട. എൻ്റെ അപ്പ അവന്മാരെ നമ്പണ്ട. ആ റോക്കിയെ മെസ്സൈ അംജദ് ഖാനെയൊക്കെ ഇടിച്ചത് ഞങ്ങളാടാ. ഇനി അടുത്തത് നീയാ. ഒന്ന് വെച്ചിട്ട് പോടാ. അംജദ് ഖാനെ തല്ലിയത് ഇവന്മാരത്രേ. അവരാണ് സത്യമാണ്. ഞങ്ങളെല്ലാവരെ തല്ലിയത് ഇവന്മാര് തന്നെയാവും. എന്താടാ പേടിച്ചു പോയോ? നീ കുറച്ച് കാശ് കയ്യിൽ വന്നപ്പോ ഷോ കാണിക്കാൻ നാട് മുഴുവൻ ഫ്ലെക്സ് വെച്ചിട്ട് എന്തൊക്കെയാടാ പറഞ്ഞു നടക്കുന്നത്? ലഹരി മാഫിയ പേപ്പട്ടികളെ തല്ലിക്കൊല്ലും,
ലഹരി മാഫിയ തലവന്റെ തലയിറക്കൂന്നൊക്കെ. നിന്റെ തലയാടാ ഞാൻ ഇറക്കാൻ പോകുന്നത്. നിന്നെ നിന്റെ പിള്ളേരെ പേപ്പട്ടിയെ തല്ലിക്കൊല്ലുന്നോടെ തല്ലി കൊല്ലോടാ ഞങ്ങള്. കണ്ടോ? അപ്പൊ അംജിത്താനെ റോക്കിനെ തല്ലിയത് നിങ്ങൾ മസനോടി ഇറക്കിയ പിള്ളേരല്ലേ? ഒരു സൈനാണ് അടിക്കേണ്ടതെന്ന് പറഞ്ഞപ്പോ അവന്മാര് മസനഗുടി വഴി ഊട്ടിക്ക് വിട്ട്. എടാ സുനി, നീ കൂടെ നിന്നിട്ട് കോൺക്രീറ്റ് ഇട്ടല്ലേ? ഇന്നലെ ആ തള്ളയും മോളും കൂടി എനിക്കൊരു തരി സ്വയം തന്നിട്ടില്ല. ഇനി അവന്മാരെങ്ങാനും പറഞ്ഞതുപോലെ എന്നെ തീർത്ത് കളയോ? എന്റെ ആന്റപ്പേട്ട വെറുതെ ടെൻഷൻ അടിക്കല്ലേ? അതാ റോക്കി അങ്ങനെ ചുമ്മാ പേടിപ്പിക്കാൻ ചെയ്തായിരിക്കുന്നേ. ഇതിപ്പോ അങ്ങനെ അല്ലെങ്കിൽ മാൻഡപ്പേട്ടൻ പേടിക്കണ്ട, ഞങ്ങളൊക്കെ കൂടെ. ഇതേതോ ബൈക്ക് സ്റ്റണ്ടിന് സംഭാവന വാങ്ങിക്കാൻ വന്ന പിള്ളേരാന്ന് തോന്നുന്നു. കൊള്ളാല്ലേ? ഇതൊക്കെ കൊള്ളാം. ഫ്രണ്ട് പൊക്കാൻ അറിയോ? കൊള്ളാല്ലേ? ആ പൊളി പിള്ളേര്. ആന്റിപ്പേട്ട, ആന്റിപ്പേട്ട, ദാ! ആന്റിപ്പേട്ട, ഹോ! അടിക്കരുത്, ഞാൻ കളരിയാണ്. വേണ്ട, ഞാൻ ആന്റിപ്പേട്ട, എങ്ങനെയെങ്കിലും പിടിച്ചേക്ക്. ഞാൻ ആംബുലൻസ് വിളിച്ചിട്ട് വരാം. കിട്ടിയടിയുടെ തീവ്രത വെച്ചിട്ട് മിനിമം ഒരാഴ്ചയെങ്കിലും കിടക്കേണ്ടി വരും. ഫിസിയോ മസ്റ്റാ. ഷുഗർ, BP, ഫാറ്റി ലിവർ, കൊളസ്ട്രോൾ, കിഡ്നി സ്റ്റോൺ, തൈറോയ്ഡ്, യൂറിക് ആസിഡ് ഇതൊക്കെ ഡയഗ്നൈസ് ചെയ്തിട്ടുണ്ട്. ഈ കിഡ്നിയും ലിവറും ഒക്കെ ഉള്ളപ്പം അതിൻ്റെ ഒന്നും വില മനസ്സിലാവില്ല. എല്ലാത്തിനും സെപ്പറേറ്റ് ട്രീറ്റ്മെന്റ് വേണ്ടി വരും. ഇതിപ്പോ കാമുക ഇട്ടിട്ട് പോയ സങ്കടത്തിൽ വെള്ളോടി തുടങ്ങി ലിവർ സിറോസിസ് വന്ന് തട്ടിപ്പോയി എന്ന് പറഞ്ഞ പോലെയായി ആന്റപ്പേട്ടന്റെ അവസ്ഥ. വെരി ഗുഡ് എക്സാമ്പിൾ. താങ്ക് യു. പേടിക്കണ്ട, നമ്മളൊക്കെ ഇല്ല. എന്നാ ഞാൻ പോട്ടെ. ടേക്ക് കെയർ. ഓക്കെ. നിക്ക് നിങ്ങളൊക്കെ ആരാ? അത് ചോദിക്കാൻ നീ ആരാടാ? ഞാൻ ഇവിടുത്തെ അറ്റൻഡറാ. അറ്റൻഡൻസ് എടുക്കുന്ന നീയല്ലടാ, സ്കൂൾ മാസ്റ്റർ. മോനെ നടുവ എനിക്കൊരു ഓയിൽമെന്റ്.